വയനാട്ടിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്ത് നിന്നുള്ള പുതിയ വിവരങ്ങൾ ഈ കടുവയെ മയക്കുവെടി വെച്ചു എന്നുള്ള വാർത്തകളുണ്ട്. പക്ഷേ അതിനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള തരത്തിലും അറിയുന്നു. സ്ഥിരീകരണം വേണം ഇക്കാര്യത്തിൽ. രതീഷ് ചേരുന്നുണ്ട് അവിടെ നിന്നും. രതീഷ് വാസുദേവൻ, എന്താണ് സാഹചര്യം? മയക്കുവെടി വെച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു, സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ ഇപ്പോൾ? രണ്ടുക മയക്കുവെടി വെച്ചിട്ടില്ല. മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമം ഒരുക്കലിന്റെ ഭാഗമായിട്ട് ഇതൊരു ജനവാസ പ്രദേശത്ത് ഒരു ഒഴിഞ്ഞ വാഴത്തോട്ടത്തിലായിരുന്നു. അവിടെ നിന്ന് അതിനെ സൗകര്യപ്രദമായ സ്ഥലത്ത് എത്തിയാൽ മാത്രമേ ഇതിനെ മയക്കുവെടി വെക്കാൻ പറ്റുകയുള്ളൂ. സാധാരണ ഒരു മൃഗത്തെ വെടിവെച്ച് കൊല്ലുന്നത് പോലെ അല്ല ഇത്. അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായ സ്ഥലത്ത് കിട്ടണം. എന്നാൽ മാത്രമേ അവർക്ക് ഈ ഡാട്ട് ചെയ്യാൻ പറ്റുള്ളൂ, മയക്കുവെടി വിദഗ്ധർക്ക്. അത്തരം ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി ആദ്യം ഉള്ള അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫയറിംഗ് മാത്രമാണ് നടന്നത്. എന്നാൽ ഇത് അവിടെ നിന്ന് ഇപ്പോൾ നിലവിൽ വയലിൽ നിന്ന് അല്പം ദൂരേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്, വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കടുവയുടെ സാന്നിധ്യമുള്ളത്. എന്തായാലും ഇത് ആരോഗ്യമുള്ള കടുവയായതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ തിരിച്ച് പ്രത്യാക്രമണമൊക്കെ ഒരുപക്ഷെ ഉണ്ടാകാം. അതിന്റെ ഒരു കരുതൽ വളരെയധികം വേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വനംവകുപ്പും പോലീസും ഒക്കെ വലിയ ആശങ്കയിലും ജാഗ്രതയിലും നിൽക്കുന്നത്. ഈ പ്രദേശത്തെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പ്രദേശത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ സംഘം 100-200 പേരിൽ ആളുകളിലധികം ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ നാട്ടുകാർ ഒത്തുകൂടിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള തീർച്ചയായും രേണുക പറയും. തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം രതീഷ്. ദൗത്യ സംഘത്തിൽപ്പെട്ടവരും ജനങ്ങളും പകച്ച് തിരിഞ്ഞോടുന്നതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഈ മയക്കുവെടി വെക്കുന്നതിന്റെ ഒരുക്കം ചെയ്യുന്നതിനിടയിൽ ആളുകളോട് മാറാൻ പറഞ്ഞിട്ട് ആളുകളുടെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ആ പ്രദേശത്ത് കൂടുതൽ വിഷയമുണ്ടാവും. ഈ കടുവ എങ്ങനെ പ്രതികരിക്കുക എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് വയലിൽ നിന്ന് കടുവ ഈ പ്രദേശത്തേക്ക് ഭാഗത്തേക്ക് കയറിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും അത് സംബന്ധിച്ചുള്ള ആ പ്രദേശം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും വനംവകുപ്പിന്റെ ആളുകളൊക്കെ തന്നെ അതിനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. കാരണം ആളുകളുടെ സാന്നിധ്യം വലിയ പ്രയാസമുണ്ടാക്കുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നാട്ടുകാർ സഹകരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും വളരെ ഭംഗിയായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്ന് മാറി അതിനെ ഈ കടുവയെ പിടികൂടാനുള്ള കാര്യങ്ങൾക്ക് വഴിയൊരുക്കണമെന്നാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ അധികൃതർ ഉൾപ്പെടെ പറയുന്നത്. രതീഷ്, ഇതിൽ ഈ കടുവയെ കണ്ട് അല്ലെങ്കിൽ അതിനെ പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള മയക്കുവെടി വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫയറിംഗ് നടന്നു എന്നാണല്ലോ രതീഷ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഇതിൽ ഒരു വെടിയെങ്കിലും കടുവയ്ക്ക് കൊണ്ടു എന്ന തരത്തിലുള്ള ഒരു സംശയവും അങ്ങനെയുള്ള വാർത്തകളും പരക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ദൗത്യ സംഘത്തിന്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഈ പരിശീലനത്തിന്റെ അല്ലെങ്കിൽ ഈ ടെസ്റ്റിംഗിന്റെ ഭാഗമായി നടത്തിയ ഫയറിംഗ് കടുവയ്ക്ക് കൊണ്ടിരിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? തീർച്ചയായും ഇത് ഫയറിങ്ങും, അതായത് ഈ ഗ്രൗണ്ട് ക്ലിയറൻസിനുള്ള ഫയറിങ്, അതായത് മയക്കുവെടി വെക്കാനുള്ള ഫയറിങ്ങും അതുപോലെ തന്നെ മയക്കുവെടിയും ഒരേ സമയം തന്നെയാണ് ഈ വിദഗ്ധരായ മയക്കുവെടി വിദഗ്ധർ ചെയ്യുക. കാരണം ഈ ശബ്ദം കേട്ട് അതിനെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് എത്തിക്കുക, അതിനുശേഷം മയക്കുവെടി വെക്കുക. മയക്കുവെടി വയ്ക്കുമ്പോൾ ഷൂട്ടിംഗ് സൗണ്ട് ഉണ്ടാവില്ല. അപ്പം ഒരുപക്ഷെ ഈ 4 തവണ ഫയർ ചെയ്തിരുന്നു. അതിൽ ഒരുപക്ഷെ ഒരു തവണ മയക്കുവെടി കൊണ്ടിട്ടുണ്ടോ അത് സംബന്ധിച്ച് വനംവകുപ്പ് സ്ഥിരീകരണം നൽകുന്നില്ല. അത് നമുക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഒരു സ്ഥിരീകരണം വെടി കൊണ്ടു എന്ന നിലയിലുള്ള സ്ഥിരീകരണം നൽകാനും കഴിയില്ല. അപ്പോൾ എന്തായാലും 4 റൗണ്ട് ഫയർ ചെയ്തിട്ടുണ്ട്. അത് മയക്കുവെടി പൂർണ്ണമായും എന്തായാലും 4 തവണ മയക്കുവെടി വയ്ക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഈ ഫയറിംഗ് മയക്കുവെടി വയ്ക്കുന്നതിനുള്ള ആ സാധ്യതയിലേക്ക് കടുവയെ എത്തിക്കുന്നതിനുള്ള അവരുടെ നിയന്ത്രണത്തിൽ വരുത്തുന്നതിനുള്ള ഒരു
ഫയറിംഗ് ആണ് നടന്നത്. അതിനിടയിൽ ഇനി ഈ മയക്കുവെടി സംഘം ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. അവർ മയക്കുവെടി വച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. ഒരുപക്ഷെ ഇതിന്റെ രീതി അനുസരിച്ച് ഒരുപക്ഷെ മയക്കുവെടി വെച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ ഘട്ടത്തിൽ അവരത് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും അങ്ങനെ ഈ ഗുണ്ട കടുവ ഈ മേൽഭാഗത്തേക്ക്, അതായത് വയൽ ഭാഗത്തായിരുന്നു ആദ്യം, അതിൽ നിന്ന് കരഭാഗത്തേക്ക് കുന്നിൻ പ്രദേശത്തേക്ക് കയറിയിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അത് 10 മിനിറ്റിനകം ഈ ഡാർട്ടിംഗ് ടീം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനെ കാണാം. മയക്കുവെടി വെച്ച കടുവയാണെങ്കിൽ ഈ മയക്കുവെടി വെക്കേണ്ടതിന്റെ നടപടിക്രമങ്ങൾ എന്നത് അറിയാത്തത് കൊണ്ട് കൂടിയായിരിക്കാം ഇത്തരം ഒരു തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പരക്കുന്നത്. മാക്സിമം വിവരങ്ങൾ അവിടെ നിന്ന് ശേഖരിക്കും രതീഷ്. ഞാൻ രതീഷിലേക്ക് തിരിച്ചെത്താം. നമുക്കൊപ്പം ഇപ്പോൾ ഡോക്ടർ PS ഈസ തുടരുന്നുണ്ട്. ഡോക്ടർ, താങ്കൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അറിയാം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആളുകൾ എത്രമാത്രം പരിഭ്രാന്തരാണ്, അവിടെ എന്താണ് നടക്കുന്നതെന്ന്. താങ്കൾ ഒരുപാട് ഇത്തരം സാഹചര്യങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിയായിരിക്കുമല്ലോ. എന്താണ് ഒരു മയക്കുവെടി വെക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങൾ? ഇപ്പോൾ മയക്കുവെടി ഈ കടുവയ്ക്ക് ഏറ്റു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസിന് വേണ്ടിയും മറ്റുമുള്ള ഫയറിംഗ് ആണ് നടന്നതെന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെ നിന്ന് നൽകുന്ന വിവരം. താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഞാൻ വിഷ്വൽസ് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും മയക്കുവെടി വെക്കുക എന്നുള്ളത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. ആദ്യമായിട്ട് വേണ്ടത് അവിടെ നിന്നും ആളുകളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. മോബ് കൺട്രോളാണ്. അതായത് ഈ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. കാരണം ഇത് മയക്കുവെടി ആയതുകൊണ്ട് തന്നെ നിർഭാഗ്യവശാൽ എവിടെയെങ്കിലും ദൂരെയോ അതിന്റെ അപ്പുറത്തേക്ക്, ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ മയക്കുവെടി വെക്കുകയാണെങ്കിൽ ഞാൻ മയക്കുവെടി വെക്കുന്ന ആ ഒരു ലൊക്കേഷന് അപ്പുറത്തേക്ക് ചിലപ്പോൾ ഇത് പോയാൽ ആരുടെയെങ്കിലും മേത്ത് കൊണ്ടു കഴിഞ്ഞാൽ അവിടെ മരണം സുനിശ്ചിതമാണ്, ആളുടെ മരണം സുനിശ്ചിതമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറയുക മോബ് കൺട്രോൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ഇപ്പോ വനം വകുപ്പിന്റെ എക്സ്പേർട്സ് അവര് ഇപ്പൊ ഇതിനെ മയക്കുവെടി വെക്കുന്നവര് നോക്കുന്നത് ഈ ഒരു ഗ്രാസ് ലീഫ്, അതായത് ഒരു ഗ്രാസ് ബ്ലേഡ് മതി, ഒരു പുല്ലിന്റെ ഒരു ഓല മതി, അല്ലെങ്കിൽ പുല്ലിന്റെ ചെറിയൊരു ഇല മതി. അതിലൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ഷൻ മാറിപ്പോകും. കാരണം ഇതൊരു ഫ്ലൈറ്റ് ആണ്, ഒരു ഫ്ലൈറ്റ് ഉള്ള ഒരു സാധനമാണ് ഇതിൽ വെച്ച് ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത്ര പെട്ടെന്ന് അതിനെ കിട്ടുന്ന നല്ല അവസരത്തിൽ മാത്രം വെടിവെച്ചാലേ ശരിയാകുള്ളൂ. പിന്നെ ഡോസേജ് ഒക്കെ ഡെഫിനറ്റ്ലി എക്സ്പേർട്സ് അവര് ഇതിന്റെ ഒരു നടപടിക്രമം എന്താണ് ശ്രീ PS ഈസ? ഒരു മയക്കുവെടി വെക്കുന്നതിന് മുൻപ് ഇങ്ങനെ ടെസ്റ്റ് ഫയറിംഗ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഫയറിംഗ് അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? അതാണോ ഇപ്പോൾ ഇവിടെ നടന്നിരിക്കാനുള്ള സാധ്യത? അതിനാണോ? ഇല്ല, ടെസ്റ്റ് ഫയറിംഗ് എന്നും പറഞ്ഞൊന്നും ഒരു സാധനമൊന്നുമില്ല. കാരണം കഴിയുന്നത്ര നല്ലൊരു അവസരം കിട്ടിയാൽ അപ്പോ മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയല്ലോ. അല്ലാണ്ട് ടെസ്റ്റ് ഫയറിംഗ്, ഗ്രൗണ്ട് ക്ലിയറൻസ് അങ്ങനെയൊന്നും ഇല്ല. അതങ്ങനെ ആരെങ്കിലും നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. കാരണം നമുക്ക് ഈ പറഞ്ഞ ഡ്രഗും അതുപോലെ തന്നെ ആ സിറിഞ്ചും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനെ വേസ്റ്റ് ആക്കാൻ ആരും ശ്രമിക്കില്ല. അപ്പോ അത് വെറുതെ ആയിരിക്കുള്ളൂ. അതങ്ങനെ പറയുന്നത് ശരിയല്ല. ആകെ ചെയ്യുന്നത് നല്ലൊരു അവസരം കിട്ടിയാൽ അപ്പോഴേക്കും അതിനെ ഫയർ ചെയ്യും. ചിലപ്പോ ഒരു 50-50% അതിൽ കൂടുതൽ സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫയർ ചെയ്തിരിക്കും.